ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിനൂസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കിഡു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പൈനാപ്പിൾ ഇങ്ങനെ കാണുമ്പോഴേ വായിൽ കപ്പിലോടാൻ വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെയാണ്, കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നല്ല മധുരവും അതുപോലെ തന്നെ ഒരു എരിവും ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ റെസിപ്പി. ഞാൻ പറഞ്ഞു കൂടുതൽ നിങ്ങൾ കൊതിപ്പിക്കുന്നില്ല. അപ്പം ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി പൈനാപ്പിൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായി പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കുക. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചാട്ട് മസാല. ചാട്ട് മസാല ഇതിലേക്ക് നിർബന്ധമാണ്, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർത്തത് അപ്പോഴാണ് നല്ലൊരു കളറും കൂടെ കിട്ടും. മറ്റേത് എരിവ് കൂടും ചെയ്യും, കളറ് കുറവും ആവും. അതുകൊണ്ടാണ് കാശ്മീരി ചേർത്തത്. ഇനി സാധാരണ മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഇനി ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറവാണ്, ഇതുപോലെ ഡ്രൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. 2 ടീസ്പൂൺ ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട. ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ടില്ലെങ്കിൽ 1 ടീസ്പൂൺ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൈനാപ്പിൾ പീസസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൈനാപ്പിളിൻ്റെ എല്ലാ പീസിലും മസാല നന്നായിട്ട് പിടിക്കണം. മിക്സ് ചെയ്യുമ്പോൾ ആ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴേ ഇതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നില്ലേ? നമുക്കിതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴേ വായിൽ വെള്ളം വരും. എനിക്കങ്ങനെ കേട്ടോ, നിങ്ങൾക്കും അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ ഈർക്കിളിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ടൂത്ത് പിക്ക് എടുത്താൽ മതി. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് അതിൽ ഈ ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം. ഇനി സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരല്പം ബട്ടർ വെച്ച് മെൽറ്റാക്കി കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല തേച്ച് വെച്ച പൈനാപ്പിൾ പീസ് ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പൈനാപ്പിൾ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ 3 ഭാഗവും ഒന്ന് ചൂടാക്കി എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് 3 ഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. കുറേ സമയം വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നു വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി എടുത്താൽ മതി. 3 ഭാഗം അതുപോലെ ചെയ്തെടുക്കണം. ബട്ടറിന് പകരം വെളിച്ചെണ്ണ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും ചിലപ്പോൾ നിങ്ങൾ. വെളിച്ചെണ്ണ വെച്ച് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ ബട്ടറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് ബട്ടറിൽ ചെയ്തിട്ട്. വെളിച്ചെണ്ണയിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇതിങ്ങനെ സമയത്ത് പൈനാപ്പിളിൻ്റെ മധുരവും ചെറിയൊരു എരിവും അതുപോലെ ചാട്ട് മസാലിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പൈനാപ്പിളിൻ്റെ 3 ഭാഗം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല കളർഫുള്ളായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ സ്പൈസി ആൻഡ് സ്വീറ്റി ആയിട്ടുള്ള പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി ഡിഷുമായിട്ട് ഇനി വരാം.